സത്യല്ലേ? അയ്യേ ബാലം പലകയിലിരിക്കോ. അപ്പൊ പിള്ളേരെ ഒന്ന് ഒരേപോലത്തെ ഡ്രസ് ഇടിപ്പിച്ചിട്ട് കൊണ്ടുവരാം. നമ്മുടെ ഒരു ഗ്യാങ് ഡിസിപ്ലിൻ ഒരു ഇതായിക്കോട്ടെ. എനിക്ക് ബ്രോയെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. ആ അപ്പൊ വരും ഇതാ വരുന്നേ. എനിക്ക് ബ്രോയെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. നന്ദു ജോഡ്. ഒരു മിനിറ്റ്. ഇതെന്റെ പെണ്ണുമ്പിള്ളയാണ്. ഇപ്പൊ പ്രഗ്നന്റാ. അടുത്ത മാസം ആകുമ്പോഴത്തേന് വെളി വരും കുഞ്ഞ്. മനസ്സിലായോ? കല്യാണം കഴിഞ്ഞ വർഷം, ഇപ്പൊ 1.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. നീ ഇന്നലെ ഏതെങ്കിലും റീൽസ് കണ്ടിട്ട് ഞാൻ മറ്റേ റിയാക്ഷൻ ചെയ്യുന്ന പുള്ളിയാണെന്ന് പറഞ്ഞ് നേരെ നീ ഇവിടെ വന്നിട്ട് എന്നെ കല്യാണം. ഒന്നാമത്തെ കാര്യം, ഞാൻ സ്ട്രെയിറ്റ് ആണ്. എനിക്ക് ആമ്പിള്ളേരെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും എടുത്ത്, ഇത് മറ്റേ കലണ്ടറൊക്കെ കേട്ടാ, കല്യാണത്തിന് കിട്ടിയ കലണ്ടറാണ് എൻ്റെ കേട്ടാ. നീ എൻ്റെ അടുത്ത് വന്നിട്ട് കല്യാണം കഴിക്കണമെന്ന് 40 രൂപ തന്നിട്ട്, 400 രൂപ തന്നിട്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ റിപ്ലൈ പറഞ്ഞേനെ നിന്റെ അടുത്ത്. അവ എൻ്റെ അടുത്ത് വന്നിട്ട് കല്യാണം കഴിക്കണമെന്ന്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സത്യം? ഓരോരോ ആഗ്രഹങ്ങളെ ഓരോരുത്തന്മാരുടെ കല്യാണം കഴിക്കണമെന്ന് തന്നെ. എന്തൊക്കെ കാണണം അവനൊക്കെ. നീ ഒരു അപ്പിയാണ് സ്നൈപ്പേ, സീരിയസ് ആയിട്ട് പറയാം. ഇല്ല, ഇത് നമ്മള് ചുമ്മാ ഇട്ടടന്നതാ. ഇല്ല, അവിടെ രായണ്ണനെ കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പൊ വരാം. അപ്പൊ ഒരു മിനിറ്റ്. നിന്റെയൊക്കെ നെഞ്ചത്തെന്ത് ചെലന്തിയാ? ബാക്കി നോക്കണം, ബാക്കി നമ്മുടെ ഡ്രസ്സിന്റെ അവിടെ എന്തൊരു ചെറിയൊരു തുളയുണ്ട്, ഒന്ന് നോക്കണം. എന്ത്? നമ്മുടെ ഡ്രസ്സിന്റെ ബാക്കിൽ ഒരു ചെറിയ തുളയുണ്ട്, അത് കണ്ടുപിടിക്കണം. ആരുടെ ഡ്രസ്സിലാണ്? ബാക്കി ഒന്നല്ല 5 എണ്ണം കണ്ടു ഞാൻ. അണ്ണൻ ഇത്രയും വലിയ കണി എനിക്ക് കിട്ടത്തില്ല അണ്ണ. നീയൊക്കെ ഒരു നല്ല ഉടുപ്പും പാൻറ്റും ഇട്ടോണ്ട് വേണം അവിടെ അവരെ കാണാൻ പോകണ്ടേടാ. ഞാൻ ഇതിന് ഇട്ടോളാം. എടാ ഈ കോട്ടിന് വേറെ കളർ ഉണ്ടോടാ? വല്ല റെഡോ അങ്ങനെ വല്ലോ? ഉണ്ട്. ഇതിന് ഒരു കളർ ബ്ലാക്ക്. നിന്നെ ഞാൻ ഇനി എല്ലാത്തിനും ഞാൻ നിനക്ക് ഇനി വെയിറ്റ് ഇവിടെ കുമ്പിട്ട് നിക്കാം. നീ ഡ്രസ്സ് മാറുന്നതും നീ എല്ലാം ചെയ്യുന്നത് ഞാൻ ഇനി കുമ്പിട്ട് ഇവിടെ നിക്കാം. അണ്ണാ ഈ ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടൊന്ന് ആലോചിച്ചണ്ണാ, ഞാൻ എന്നെ കാണാൻ എങ്ങനെ ഇരിക്കുന്നത്. എടാ കണ്ണാപ്പി, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചില്ലേ? അത് തന്നെ വലിയ കാര്യം. അപ്പൊ പിന്നെ നീ ഡ്രസ് ഇടുന്ന കാര്യമാണോ? എടാ നിന്നെ ടിവിയിൽ എടുത്തില്ലേടാ? അത് ഇങ്ങനെ അത്രയും വലിയ വൃത്തിയിടുന്നുണ്ടോ വേറെ? അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഉണ്ടോ? അപ്പൊ ഈ വൃത്തിയോടൊന്നും നീ നോക്കണ്ട. നീ ചെയ്. നീ അത് പോയി ഡ്രസ് മാറ്റിടുക. ഇതിടാൻ പറ്റത്തില്ല. എന്താ എന്ത് മാന്യനായ പിള്ളേരെ നോക്കി. സത്യം കണ്ണാ ഇവിടെ നിന്ന് തുടക്കം പോലും അടിയുടെ. ഇന്നലത്തെ തത്സമയത്ത് വന്നതാണേ. ഇന്നലത്തെ RP ആയിട്ട് അതിനകത്തൊരു കമന്റ് വന്നതാണ് കേട്ടാ. ഇത് കണ്ടിട്ട് നേരെ പോയ റൂൾസ് വീഡിയോ ഒന്ന് കാണണമെന്ന്. സത്യല്ലേ? ജാതിയൊക്കെ. ഹലോ അപ്പൊ കേക്കാവോ? ഹലോ, എന്റെ ശബ്ദം പോയതാണോ അതോ അപ്പൊ ഡിസ്കണക്ട് ആയോ? അയ്യോ വണ്ടി പോയി വട്ടം മാറി മസില് മാറിപ്പോയത്. ഒരു മിനിറ്റ്. അത് പറ്റില്ല. അപ്പാവ് വണ്ടി ഉണ്ടോ നോക്കിയതാ.
അപ്പൊ വണ്ടിയിലുണ്ടോ ഇറങ്ങിയിട്ടോ നോക്കുന്നത്? അല്ല സി ബസ്സിൽ വരെ എപ്പ ചെക്ക് ചെയ്ത എപ്പ ബസ്സിൽ ചെക്ക് ചെയ്ത എന്തൊരു കഷ്ടം പറ ആ ഒരു മാസം പോയി ആരും കണ്ടില്ല. റെഡിയായോ സർ? റെഡിയായോ നിങ്ങള്? അതെ അതെ റെഡി റെഡി. അവരെ അങ്ങോട്ട് കൊണ്ടുവരട്ടെ. സോ ഇതേ ഫോർമേഷനിൽ അങ്ങോട്ട് വന്നോളൂ. ഫോർമേഷൻ രണ്ടുപേരെ സുഖമില്ലാത്തോടെ കയറുന്നത് എന്താ പാപ്പോ? രണ്ടുപേരും പിന്നെന്തിനാ അവിടെ ഫോർമേഷൻ നിർത്തി അവിടെ പോയി നിന്നാ പോലായിരുന്നു. ഫോർമേഷനിൽ വരുന്ന കണ്ടോണേ ഇപ്പൊ. ഹോളിഡർ എന്ന നിലയിൽ ഞാൻ എന്താണ് പറയാനുള്ളത് മിസ്റ്റർ അച്ഛനെ കാണുമ്പോ? എന്തോന്ന് പറയാനാ? എന്താണ് ചായനെ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഫോർമേഷനിൽ എങ്ങനെ നടക്കൂടാ? അതാണ് എനിക്ക് പറയാനുള്ളത്. ഗ്യാങ് ആയല്ലോ. ആയില്ലേ? അല്ല ഗ്യാങ് ആയി, പക്ഷെ എങ്കിലും ഒഫീഷ്യൽ ഒരു ഇതല്ലേ? ഓ ഒരു ഇത് ഇതെന്താ പെണ്ണുങ്ങളൊക്കെ ഹലോ ഹലോ. Welcome to Mr. Sanskrit. ഓ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്. നമുക്ക് മുകളിലേക്ക് ഇരിക്കാം. ഓ ശരി ശരി. മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ. നമ്മൾ ഇരിക്കും. ഒന്ന് അസിസ്റ്റ് ചെയ്തേ. ഓ ഓക്കെ ഓക്കെ. എല്ലാവരും ഇരിക്കും എല്ലാവരും. കണ്ണല്ലേ ഐ വെച്ചിട്ട് സീറ്റിന്റെ അടുത്ത് വന്നിട്ട് ഐ ഓർജ് നിലത്തല്ല എവിടെ ചെന്നാലും ഇത് ചേർന്ന് നിന്നാ കുറച്ച് നല്ല ക്ലോസ് ആയിട്ട് നിന്നിട്ട് ജസ്റ്റ് അതിന്റെ ചെയറിന്റെ മുകളിൽ കയറി. ഓക്കെ ഹലോ സഹോദര ചെയ്തോണ്ടിരിക്കാം. നോക്കിയിട്ട് അടിച്ചാൽ എനിക്ക് തറയിരിക്കാനാ യോഗം സാറേ. വില പോയിന്ന് സത്യം. മുകളിൽ കയറി ഡൗൺ ടു എർത്ത് ആണെന്ന് മയില്. റെഡി റെഡി റെഡി. പറ്റണില്ലേ? കണ്ണില്ല. നിങ്ങള് ഇച്ചിരി എണ്ണീറ്റ് ആരെങ്കിലും കണ്ടാ അയ്യോ വാസു പോയി സത്യം. അതിനിപ്പോ ചെയ്യുമ്പോ ഇത് വല ഒക്കെ അല്ലേ? കുഴപ്പമില്ല നേരെ നോക്കോടെ സത്യം ഇവിടെ തന്നെ ഇനി രാത്രിയിൽ ഇവിടെ തന്നെ. ഇവിടെ ഇനി കാണണം ടിവിയിലെ കുറെ റൊമാൻറ്റിക് ഹീറോകളുണ്ടല്ലോ. റൊമാൻറ്റിക് ഹീറോ സരക്കൊക്കെ ഇനി ഇവിടെ തന്നെ. പുതിനെ വിളിച്ചല്ലേ പുതിന മല്ലിയിലയാ അതാര്? ഓ അറിയാം പുതിന അറിയാം ഇല്ല. ഇനി ഞാൻ ഒരു കാര്യം പഠിച്ചതെന്ന് പറഞ്ഞ ആരും നോക്കരുത്. അണ്ണൻ പോയാ മുതലേ മുതലുണ്ട് വെള്ളത്തിൽ മുതലുണ്ട് ചാടരുത്. അറിയാതെ പോലെ ചാടരുത്. അങ്ങനെ പല പ്രലോഭനങ്ങളും വരും. ചാടരുത്. മുതലുണ്ട് ചാടി പറ്റിക്കപ്പെടും.